ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫുഡ് ഡയറി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ആലു ലാച്ച എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിക്സറില്ലേ, ഉരുളൻകിഴങ്ങ് വെച്ച് നമ്മൾ മിക്സർ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഉരുളൻകിഴങ്ങ് വെച്ചുള്ള മിക്സർ ഉണ്ടാക്കാൻ ആവശ്യമായത് ഞാനിവിടെ ഇതുപോലെ ഒരു 3 ഉരുളൻകിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം ചോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ കണ്ണിയിലിട്ട് തന്നെ ചെയ്യണം. അതിനകത്ത് വേറെ ചെറിയതൊക്കെ ഉണ്ട്, പക്ഷെ അതിലിടരുത്. ഇതേപോലെ വലിയ കണ്ണിയിലിട്ട് തന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിക്കാം. നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. തണുത്ത വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് സ്റ്റെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് തണുത്ത വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റാം. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്തൊന്ന് വെള്ളം നല്ലതുപോലെ പോകണം. അത് കാരണം നമ്മൾ ഇത് നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം നല്ലതുപോലെ കളഞ്ഞ് മാറ്റിയെടുക്കണം. അരിക്കുന്നതിനൊപ്പം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയാൻ വേണം. അതിനകത്ത് സ്റ്റാർച്ച് നല്ലതുപോലെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഉണങ്ങിയ തുണിക്കകത്തോട്ട് ഇട്ട് വീണ്ടും നല്ലതുപോലെ ഡ്രൈ ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പറിനകത്തിട്ട് നമ്മളിതിൻ്റെ വെള്ളം നല്ലതുപോലെ കളഞ്ഞെടുക്കണം. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് ഒരല്പം നേരം ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. നല്ലതുപോലെ ഡ്രൈ ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുപോലെ നല്ലതുപോലെ ഡ്രൈ ആക്കി നല്ലതുപോലെ ഒരു അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുക. നമ്മളിത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിനകത്തോട്ട് വറുത്ത് കൊടുക്കാം. ഒരുപാട് ഒരുമിച്ചിടരുത്, അത് കൂടി ചേർന്ന് പോകും. അതുകൊണ്ട് ഒന്നുകിൽ ഒരു പപ്പടം കുത്തുന്ന കമ്പി വെച്ചോ അതേപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ ചെറുതായിട്ട് ഇതേപോലൊക്കെ ഇളക്കി കൊടുക്കണം ആദ്യം തൊട്ടേ. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാവൂ. പണി എളുപ്പമാക്കാൻ വേണ്ടി ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് നല്ലതുപോലെ എല്ലാം കൂടെ കൂടി ചേർന്ന് പോകും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 അല്ലി വെളുത്തുള്ളി അതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഒരു അല്പം തേങ്ങാക്കൊത്ത് അതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കൊരല്പം കപ്പലണ്ടി കൂടെ വറുത്തെടുക്കാം. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, ഉണങ്ങി വെച്ചിരിക്കുന്ന കാന്താരി.
ഇതുപോലെ നമ്മൾ എല്ലാം നല്ലതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കരിവേപ്പില ഇടാവുന്നതാണ്. കരിവേപ്പിലയും കൂടി ഇടുമ്പം ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത് കാണും വരെ ബൈ.